സോളാർ കമ്മീഷന് സരിത തെളിവുകൾ കൈമാറി. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും സലീം രാജുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ സിഡിയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് തെളിവ് നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എബ്രഹാം കലമൺ സരിതയുടെ സഹായിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ദൃശ്യങ്ങളും സരിത കമ്മീഷന് കൈമാറി. മുഖ്യമന്ത്രി കമ്മീഷന് നൽകിയ മൊഴി കള്ളമാണെന്ന് തെളിയിക്കുന്ന മറ്റ് രേഖകളും സരിത നൽകി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് സരിത കമ്മീഷന് കൈമാറിയത്. സോളാർ കേസ് തണുപ്പിക്കണമെന്നും അതിനായി അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതി നൽകണമെന്നും തമ്പാനൂർ രവി സരിതയോട് ഫോണിലൂടെ ആവശ്യപ്പെടുന്നതും പിന്നീട് ഈ പരാതി റദ്ദാക്കണമെന്ന് ബെന്നി ബെഹനാൻ ആവശ്യപ്പെടുന്നതും അടക്കമുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെ സിഡിയാണ് സരിത കമ്മീഷന് കൈമാറിയത്. ക്ലിഫ് ഹൗസിലെ ടെലിഫോൺ ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ സലീം രാജിനെതിരെ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായി സരിതയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു. ഇതിനു മുൻപായി എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നറിയിക്കാനായി സലീം രാജ് വിളിച്ചതിൻ്റെ ശബ്ദരേഖയും സരിത കമ്മീഷനിൽ ഹാജരാക്കി. കമ്മീഷനിൽ മൊഴി നൽകി മടങ്ങും വഴി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ വ്യവസായി എബ്രഹാം കലമൺ സരിതയെ വിളിക്കുകയും സരിതയുടെ കൂടെയുണ്ടായിരുന്ന വിനു എബ്രഹാമിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് തെളിവ് ഹാജരാക്കരുതെന്നും അവശേഷിക്കുന്ന തെളിവുകൾ നശിപ്പിക്കണമെന്നും എബ്രഹാം കലമൺ വിനുവിനോട് പറയുന്നതിൻ്റെ വീഡിയോ ഓഡിയോ സിഡികളും സരിത ഹാജരാക്കി. തെളിവുകൾ വ്യാജമാണെന്ന ആരോപണ വിധേയരുടെ പ്രസ്താവനയ്ക്ക് സരിതയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഏത് ഫോറൻസിക്കിൽ കൊണ്ടുപോയി കേൾപ്പിക്കാനും പറ. എൻ്റെ കയ്യിൽ ഫോണിൽ റെക്കോർഡിംഗ് ആണ്, ഫോണിലാണ് റെക്കോർഡിംഗ്. ഇത് ഞാൻ കൊടുത്തത് തെളിവ് എനിക്കിപ്പോൾ ഫോൺ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ എൻ്റെ ഫോണിനകത്തുള്ള റെക്കോർഡിംഗ് ഒന്ന് ധൈര്യം, ഈ പറയുന്ന നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഒരു FIR ഇട്ട് അതിനെ ചങ്കൂറ്റത്തോടെ ഒന്ന് നേരിടാൻ പറ. സ്വന്തം സ്ഥാനമൊക്കെ രാജിവെച്ച് ഒരു സാധാരണ മനുഷ്യരെ പോലെ. സരിതയെ പലരും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന മുൻ എറണാകുളം ACJM NV രാജുവിൻ്റെ മൊഴി സരിത ശരിവച്ചു. ബിസിനസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സരിത എറണാകുളത്തെ ഒരു MLAക്ക് 5 ലക്ഷം രൂപ നൽകിയെന്ന ബാലകൃഷ്ണപിള്ളയുടെ മൊഴി സംബന്ധിച്ച് അടുത്ത ദിവസം കമ്മീഷനിൽ വിവരം നൽകുമെന്നും സരിത കമ്മീഷനെ അറിയിച്ചു. KM ഉമേഷ്, കൊച്ചി. സോളാർ തട്ടിപ്പുമായി മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന നിർണായക ഡിജിറ്റൽ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. എല്ലാവർക്കും സഹായകമായ നിലപാടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ബെന്നി ബെഹനാൻ MLA സരിതയോട് ആവശ്യപ്പെട്ടു. അബ്ദുള്ളക്കുട്ടിക്കെതിരെ സരിത നൽകിയ പീഡന പരാതിയിലെ FIR റദ്ദാക്കാൻ ആവശ്യപ്പെടണമെന്നും ബെന്നി ബെഹനാൻ സരിതയോട് ആവശ്യപ്പെടുന്നു. ഇത്രയുമൊക്കെ എല്ലാവർക്കും വേണ്ടി സഹിച്ചില്ലേ എന്നും പകരം നിങ്ങൾ എനിക്കെന്ത് ചെയ്തുവെന്നുമാണ് സരിത ബെന്നിയോട് ചോദിക്കുന്നത്. മല്ലേലി ശ്രീധരൻ നായരെ കാണുന്നതിൻ്റെ വീഡിയോ തൻ്റെ കയ്യിലുണ്ടെന്നും സരിത ബെന്നിയോട് പറയുന്നു. ഞാനൊരു മീറ്റിംഗിലാണ്. അബ്ദുള്ളക്കുട്ടിയുടെ FIR അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അയ്യോ, അത് റദ്ദാക്കണം കേട്ടോ. അല്ല, ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാനെന്തിനാ സാറേ, ഞാൻ നാണം കണ്ടു. എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം, ഞാൻ തറ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിയിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം കാര്യം. 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. ഹലോ, ഞാൻ സോളാർ കൊണ്ടുപോയിട്ടാണ്. അതിനകത്ത് സമ്മാനത്തിൽ ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ആരോട് ഏതായാലും സഹായകരമായ നിലപാടെടുക്കുക. സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ. അതൊന്നും സാറ് ചിന്തിക്കാത്ത 48 കേസ് 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. ഇതിനകത്ത് അവസാനം ലാസ്റ്റ് എനിക്ക് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അത് ഉണ്ടാവത്തില്ലെന്ന് ഞാൻ എന്ത് കണ്ട് ഞാൻ വിശ്വസിക്കണം? ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. സാറ് എന്നെ ആലോചിച്ച് നോക്ക്. അവസാനം ഞാൻ മാത്രം പ്രഷറിലാവുന്നൊരു സിറ്റുവേഷൻ പോവുക. തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവസാനം എല്ലാവരും എന്നെ പറയും ഞാൻ ആ മൊഴി പറഞ്ഞില്ല, ഞാൻ മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്ന പത്രക്കാരും സമൂഹം ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്നൊരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? എന്നിപ്പോ നേരം വെളുത്ത് 7 മണിയായി.
ചെയ്യട്ടെ. ഞാൻ എന്താ വേണ്ടെന്ന് ഞാൻ ചിന്തിക്കാം. അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ചിന്തിക്കാൻ സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചർ എല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അതും ഇതുപോലെ കളയാമെന്ന്. അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു. സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നപ്പോൾ സാറ് സംസാരിക്കുന്നത് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മണ്ടയ്ക്ക് എടുത്തതല്ല. അല്ലാതെ ഇങ്ങനൊരു ഫ്യൂച്ചറിൽ ഇങ്ങനൊരു വിഷയം വരുമെന്ന് പറഞ്ഞ് എടുത്തതല്ല അത്. എന്നിട്ട് പിന്നെ ഒരുമാതിരി ഞാൻ മാത്രം എല്ലാത്തിനകത്തും അങ്ങ് നിന്നു ഞാൻ എല്ലാത്തിനകത്തും ഉത്തരം പറയാന്ന് പറഞ്ഞോണ്ടിരുന്ന സാറ് തന്നെ ആലോചിക്കും. എന്റെ സിറ്റുവേഷൻ സാറ് തന്നെ ആലോചിക്കും. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. ഈ 48 കേസിനകത്തും ഞാൻ ഈ കിടന്ന് ഓടുന്നാലും എന്ത് സഹായമേ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളൂ. ഞാൻ 9 മാസം ഞാൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നാണ്. പൈസ പറഞ്ഞു പലരും പൈസ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ടോ? ആരും അതൊന്നും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കും. എന്ത് സഹായിക്കാനാ? ഞാൻ സഹായിച്ചതിന് എനിക്ക് എന്താണ് എന്റെ പ്രൊട്ടക്ഷന് എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കുതിര കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭമുള്ളത്? ഞാൻ പൈസയുടെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് എന്താണ് എന്നെ ഇന്നലെ തന്നെ ഒരു ചെറിയ ഇൻസിഡന്റിൽ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ പോലും സപ്പോർട്ട് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കാൻ വരുന്നല്ലോ അല്ലേ? എന്നെ കുറച്ചൊരു ചീത്തയാക്കിയിട്ട് ഒന്നും നേടാനില്ലായിരുന്നല്ലോ. അങ്ങനെ പോലും ഫേവർ ചെയ്യാത്തവരാണ് ഇനി ആ സോളാർ കമ്മീഷനിൽ ഫേവറബിൾ ആയിട്ട് മൊഴി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. സോളാർ കമ്മീഷനിൽ മൊഴി നൽകുന്നതിൻ്റെ തലേ ദിവസമാണ് തമ്പാനൂർ രവി സരിതയെ ഫോണിൽ വിളിക്കുന്നത്. മുഖ്യമന്ത്രിയെ ദില്ലിയിൽ വെച്ച് കണ്ടിട്ടേയില്ല എന്ന് തന്നെ പറയണമെന്ന് തമ്പാനൂർ രവി 2 തവണ ഓഫീസിൽ വെച്ചും 1 തവണ കടപ്പളാമറ്റത്ത് വെച്ചുമാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്ന് സോളാർ കമ്മീഷനിൽ മൊഴി നൽകണമെന്നും രവി നിർദ്ദേശിക്കുന്നു. ഇല്ല ഫോട്ടോ കാണിച്ചൊന്നും അത് നിവേദനം കൊടുത്തായിട്ട്. ഓക്കെ ഓക്കെ അത് നാളെ എടുക്കുമെന്ന് പറഞ്ഞു. മൊഴിയുടെ മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ. മനസ്സിലായി സാറേ. നാളെ രാവിലെയാണ് സാറേ. ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കയറും. നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നോക്കിക്കോളാം. അല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം. ഓക്കെ സാറേ. ശരി സാറേ. ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത്. അത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാൽ പോരെ. അത് നാളെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം സാറേ. ഫോൺ വിളിച്ചാൽ ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഫോണ് ചിലപ്പം അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും. ശരി സാറേ. ഓക്കെ. കോടതിയിൽ സരിത മൊഴി നൽകിയത് ബെന്നി ബെഹനാനും മറ്റും നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനുമായുള്ള ബെന്നിയുടെ ഫോൺ സംഭാഷണം വ്യക്തമാക്കുന്നു. കോടതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ മൊഴി കൊടുത്താൽ മതിയെന്നാണ് ബെന്നി ഫെനി ബാലകൃഷ്ണനോട് പറയുന്നത്. ഹലോ സാറേ. പറഞ്ഞു സാറേ.
ആ എന്താ സാറേ? ഓ മതി മതി, ഞാൻ അത് തീരുമാനമെടുത്തു. ഞങ്ങൾ കയറും. അപ്പൊ ഒരു 10 മിനിറ്റ് ചായ കുടിച്ചിട്ട് കയറും. ആ മറ്റേ ഗൺമാനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഇവൻ പറയുന്നത്. എനിക്കറിയത്തില്ല ഏതൊക്കെ ഗൺമാനാന്നത്. ആ പലവരെയും ഇംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി നടക്കുക. അതൊന്നും നടക്കത്തില്ല. ഞങ്ങൾ ആ രീതിയിൽ തന്നെ മൊഴി കൊടുക്കാം. ഓക്കെ സാർ, ഓക്കെ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മല്ലേലി ശ്രീധരൻ നായർ സരിതയ്ക്ക് പണം നൽകിയതെന്ന് മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തൻ എബ്രഹാം കലമണ്ണിൽ. ന്യായമായി ഈ പ്രശ്നം തീർക്കണമെന്ന് എബ്രഹാം കലമണ്ണിൽ സരിതയുടെ സഹായി വിനുകുമാറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ഞാൻ പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചോണ്ട് പിന്നെ ഒരാളും എന്തായാലും ഒരു കാര്യമാണ്. ഞാൻ അറിഞ്ഞത് പറഞ്ഞു അവിടെ കാശ് പോയിട്ടുണ്ട്, അതിങ്ങനെ വന്നിട്ടില്ല എന്നുള്ള ഓക്കെ. അപ്പൊ അതായിക്കോട്ടെ ഒന്നാണ് എങ്കിൽ ന്യായമായിട്ട് ഒരു ലിമിറ്റഡ് വേ, അതായത് ഇത് വെച്ച് അവസാനിക്കും. ഈ പറഞ്ഞ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അവര് പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞില്ല സാർ. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. മെയിനായിട്ടുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അത് അതിൻ്റെതായ രീതിക്ക് കറക്റ്റ് തന്നെ പറഞ്ഞു വരുന്നത്. നമ്മൾ കാണുന്നവർക്ക് അറിയാമല്ലോ, ജനങ്ങൾക്ക് അറിയാം. അത് നമുക്ക് ന്യായമായിട്ടാണെങ്കിൽ അതങ്ങ് തീർക്കാൻ നോക്കുന്നതാണെങ്കിൽ അത് പറയുന്നത് നിങ്ങൾക്ക് തീർന്നു, അവരും തീർന്നുകൊണ്ട് വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി ശ്രീധരൻ നായരുടെ ഞാൻ പറഞ്ഞു ശ്രീധരൻ നായർ ചെറിയ കാശ് കൊടുത്താ നമുക്ക് പറയേണ്ട കൊടുത്തു. ഏതാണ് സംഭവിക്കുന്നത് സംഭവിച്ചു. നാണക്കെടാണെന്നെ നാണക്കെട്ടു, പറയാമെന്നെല്ലാം പറഞ്ഞു. എങ്കിലും ഇനിയും മുന്നിട്ട് വന്ന പ്രശ്നങ്ങൾ നമുക്ക് പല പ്രശ്നങ്ങളാണ്. ഒന്നും സ്വീകരിക്കുന്നതല്ലാതെ അതായിക്കോട്ടെ. ഞാനിത് കണ്ട ഓക്കെ, ഞാനത് കണ്ടിട്ട് പറഞ്ഞാൽ തീർക്കാനാണെങ്കിൽ ഞാൻ തീർക്കാം. അപ്പൊ അവരും പറയാം തീർക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞു എങ്കിലും എനിക്ക് അങ്ങോട്ട് പറയാൻ. സോളാർ തട്ടിപ്പിലെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ സരിതയുടെ സഹായി വിനു തമ്പാനൂർ രവിയെ ബന്ധപ്പെടുന്നുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആയെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമായിരുന്നുവെന്ന് വിനു പറയുന്നു. ആ സാറേ, വിനു ആണ്. ഫ്രീ ആണോ സാറേ? ഒരു കാര്യം പറയണേ. ആ സാറേ, പിന്നെ ഇവിടെ ഇപ്പോൾ പല ആൾക്കാരും വിളിച്ച് ഫോണിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക പല പ്രശ്നങ്ങളാൽ, ഈ കാര്യങ്ങളാൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ശിക്ഷ കിട്ടിയതിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഫെനി പറഞ്ഞൊക്കെ സാറ് അറിഞ്ഞാണ്. ഫെനി ചുമ്മാ കയറിയിരുന്ന് എല്ലാം സാറാണ് സഹായിക്കുന്നത്, പിന്നെ മന്ത്രി സാറിൻ്റെ ഇതിലാണ്, അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വിധി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത്. വിധിയിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇതിൽ ഈ കേസിൽ പെട്ട ആളെയല്ല. എന്നിട്ട് പോലും ഈ പറഞ്ഞ വിധി 3 വർഷം 45 ലക്ഷം രൂപയും പിഴയും എന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പല ആൾക്കാരും ഇതിൽ പെടുത്താതെ ഇത് ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ. അപ്പോൾ അതൊന്നും ഇതുവരെ നടന്നില്ല. സംഭവം അത് തന്നെ കിട്ടി. ഇവൻ മുഖ്യമന്ത്രി സാറ് സംസാരിച്ചപ്പോഴും ഇതുപോലെ ഇത് കേസ് ശിക്ഷ സരിതയ്ക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള രീതിക്കാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് ചേച്ചി ആകെ ഡെസ്പായിരിക്കുക സാറേ. എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ? എന്തോ? അല്ല സാറേ, അങ്ങനെ പറഞ്ഞ കുറ്റമെന്നല്ല ഞാൻ പറയുന്നത് സാറേ. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം അവർ പൈസ വാങ്ങിച്ചു ഇവർ പൈസ വാങ്ങിച്ചു എന്ന് പറയുന്നല്ലാതെ ഒരു സംഭവം പുള്ളിക്കാരിക്ക് കിട്ടിയതുമില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന അല്ല, മറുപടി പറഞ്ഞ് പറയുന്നുണ്ടല്ലോ സാറേ. മറുപടി ഇതുവരെയും സാറ് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. മറുപടി പറയാൻ ശരി. എന്നോട് ചോദിക്കുന്നവരും ഞാനും കാര്യമായിട്ട് മറുപടി കൊടുക്കുക തന്നെ. ഒരു രീതിക്ക് ഞാനത് വിട്ടുകൊടുക്കുന്നില്ല. നമ്മളൊരു രീതിക്ക് അത് ഒരു ചേച്ചി എന്താണ് ചെയ്യുന്നത് അതിന് കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഒരു മാറ്റം നമ്മൾ മാറ്റി ചെയ്യില്ല ഒരിക്കലും, ജീവൻ പോയാലും. പക്ഷേ ഇതിലൊന്നും ഇതില്ലാത്തൊരവസ്ഥയിലാണ് സാറേ. ഒരു എന്തെങ്കിലും ഒരു തീരുമാനം എവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമായിരുന്നു. ഇതെന്നും ഇത് തന്നെയാണ് വിഷയം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാവുമോ സാറേ ഇതിൽ? എന്തോ? ജനസഹസ്രങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നവകേരള മാർച്ച് തൃശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. കാളമുറി, ഇരിങ്ങാലക്കുട, മാള, ചാലക്കുടി എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജാഥാനായകൻ പിണറായിയെ സ്വീകരിക്കാൻ 10,000-ങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും ഒഴുകിയെത്തിയത്.
ആദ്യ സ്വീകരണം കയ്പമംഗലം മണ്ഡലത്തിന്റെ ഭാഗമായ കാളമുറിയിൽ. ഉച്ചവെയിലിന്റെ തീക്ഷ്ണമായ ചൂടിനെ കൂസാതെ പതിനായിരങ്ങൾ ചെങ്കൊടികളുമേന്തി ജാഥാനായകനെ കാത്ത്. ജനനേതാവെത്തിയതോടെ ആവേശം വാനോളമുയർന്നു. തുറന്ന വാഹനത്തിൽ പിണറായി സമ്മേളന നഗരിയിലേക്ക്. മിച്ചഭൂമി സമരത്തിന്റെയും ചെത്തൊഴിലാളി സമരങ്ങളുടെയും ഓർമ്മകളിരമ്പുന്ന മണ്ണ് പിണറായിക്ക് നൽകിയത് ഉജ്ജ്വല വരവേൽപ്പായിരുന്നു. സോളാർ വിഷയത്തിൽ അനുനിമിഷം പുറത്തുവരുന്ന വാർത്തകളിലൂന്നി ഉമ്മൻചാണ്ടിയെ നിശിതമായി വിമർശിച്ച് പിണറായി. ഉമ്മൻചാണ്ടി താൻ നിയമത്തിൽ നിന്നും അതീതനാണ്, നിയമത്തിന് അതീതനാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഏതെങ്കിലും കോടതി ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പോയെങ്കിൽ പിന്നെ ആ കോടതിയുടെ മേൽക്കിട്ടുകയാണ്. അതാണ് പണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി പാമോലി കേസിൽ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഭാഗം അന്വേഷിച്ചതേയില്ല. അപ്പോൾ ജഡ്ജി ചോദിച്ചു, ഇതെന്താ അന്വേഷിക്കാത്തത്? ഇതും അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. എന്തായിരുന്നു തൊഴിൽ? സവർണ മേൽക്കോയ്മയ്ക്കെതിരെ നടന്ന ഐതിഹാസികമായ കുട്ടംകുളം സമരത്തിന്റെ ഓർമ്മകളിരമ്പുന്ന ഇരിങ്ങാലക്കുടയായിരുന്നു അടുത്ത സ്വീകരണ കേന്ദ്രം. നടവരമ്പ് കർഷക സമരം, മിച്ചഭൂമി സമരം, അങ്ങനെ ഒരുപിടി അവകാശ പോരാട്ടങ്ങളിലൂടെ രക്തം വീണ് ചുവന്ന മണ്ണിലൂടെ അഴിമതിക്കെതിരെ പടനയിച്ചു പിണറായി. സോളാർ വിഷയത്തിൽ പുതിയ തെളിവുകൾ അനുനിമിഷം പുറത്തുവരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉടൻ സ്ഥാനമൊഴിയണമെന്ന് പിണറായി ആവശ്യപ്പെട്ടു. തുടർന്ന് ജാഥയെത്തിയത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ഭാഗമായ മാളയിലേക്ക്. രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം ദേവാലയം സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ. തോമാശ്ലീഹ കേരളത്തിൽ കാലുകുത്തിയിടം. ഭക്തരുടെ ആശ്രയമായ കൊടുങ്ങല്ലൂരമ്മ. മതസൗഹാർദ്ദത്തിന്റെ കൊടിയടയാളം പേർന്ന മണ്ണ്. വർഗീയ ശക്തികൾ പകുത്തെടുക്കാൻ ശ്രമിക്കുന്ന മണ്ണിലേക്ക് മതനിരപേക്ഷതയുടെ കാഹളമൂതി പിണറായി എത്തി. സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ള സാംസ്കാരിക ലോകത്തിലെ പ്രമുഖർ വേദിയിലുണ്ടായിരുന്നു. ചാലക്കുടിയായിരുന്നു തൃശൂർ ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനം. അസ്തമയ സൂര്യന്റെ അരുണശോഭയ്ക്കൊപ്പം മണ്ണിൽ ചെമ്പടയുടെ കാഹളം. ചാലക്കുടിയിലെ സ്വീകരണത്തോടെ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന തൃശൂർ ജില്ലയിലെ പര്യടനം സമാപിച്ചു. ഇനി നാളെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലേക്ക്. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്.